ഇടുക്കി, കോട്ടയം ജില്ലകളുടെ അതിർത്തി നിർണ്ണയിക്കാത്തത് ടൂറിസം കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതികൾ പോലും അതിർത്തി തർക്കത്തിൽ തട്ടി നടപ്പാക്കാനാവാത്ത സ്ഥിതിയാണ്. ഒരു റിപ്പോർട്ട്. മലനിരകളാൽ ചുറ്റപ്പെട്ട മലങ്കര ജലാശയം മുതൽ കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി വിവിധ ജില്ലകളുടെ ദൂരക്കാഴ്ചകൾ വരെ സമ്മാനിക്കുന്ന ഇടമാണ് ഇലവീഴ പൂഞ്ചിറ. സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരമുള്ള ഈ ടൂറിസം കേന്ദ്രത്തിലേക്ക് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത്. പൂഞ്ചിറ മലനിരയുടെ ഒരു വശം കോട്ടയവും മറുവശം ഇടുക്കിയുമാണ്. എന്നാൽ രണ്ട് ജില്ലകൾ തമ്മിൽ കൃത്യമായി അതിർത്തി നിർണ്ണയിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പ്രദേശത്ത് വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ തുക ഉപയോഗിച്ച് ഇവിടെ വാഷ് ഏരിയയോ അല്ലെങ്കിൽ ടോയ്ലറ്റുകളോ ഒന്നും നിർമ്മിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ നിൽക്കുന്നതിൻ്റെ വലതു ഭാഗത്ത് ഇടുക്കിയും ഇടതു ഭാഗത്ത് കോട്ടയം ജില്ലയുമാണ്. ഇതിൻ്റെ അതിർത്തി, ജോഗ്രഫിക്കലായിട്ടുള്ള അതിർത്തി കൃത്യമായി നിർണയിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന് കഴിയുന്നില്ല, കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നില്ല. ഈ ടൂറിസം മേഖല എന്ന് പറയുന്നത് വളരെ ഹിൽ സ്റ്റേഷനിൽ തന്നെ വലിയ ഏരിയ, കോട്ടയം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും ഇടുക്കി ജില്ലയുടെയും ഒക്കെ ഏരിയ ഒരേ സ്ഥലത്ത് നിന്ന് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തി നിർണ്ണയിക്കുകയും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണം. ഇടുക്കി ജില്ലയിലെ കുടയത്തൂർ, കോട്ടയം ജില്ലയിലെ മേലുകാവ് എന്നീ പഞ്ചായത്തുകൾക്ക് കീഴിലാണ് ഇലവീഴ പൂഞ്ചിറ ഉൾപ്പെടുന്ന ഈ പ്രദേശം. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ശുചിമുറി നിർമ്മിക്കാൻ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണ്. താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം പ്രശ്നം ഉന്നയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമായില്ല. താലൂക്ക് സഭകളിലൊക്കെ അവിടെ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിന് മാസങ്ങളോളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും അതിന് നടപടിക്രമങ്ങൾ നടന്നു വരുന്നു എന്ന് അധികൃതരുടെ അവകാശവാദമല്ലാതെ പ്രായോഗികമായി ഒന്നും ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തി നിർണ്ണയിക്കാത്തത് മൂലം ഇലവീഴ പൂഞ്ചിറയിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനും വഴിയൊരുക്കുന്നു. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ അതിർത്തി പുനർനിർണ്ണയിച്ച് ഈ ടൂറിസം കേന്ദ്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തണമെന്നാണ് ഉയരുന്ന പൊതു ആവശ്യം. ക്യാമറമാൻ റൈസൻ DS-നൊപ്പം രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.